ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ ഫോക്കസ് MLTയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് കൂടി ചെയ്തേക്കുക കേട്ടോ. അപ്പം BSc MLT ടഫായിട്ടുള്ള സ്റ്റുഡൻസിന് ഏറ്റവും സിമ്പിളായിട്ട് BSc MLT പോർഷൻസ് ഓരോന്നും സിമ്പിളായിട്ട് കവർ ചെയ്യാൻ വേണ്ടി ഓരോ ടോപ്പിക്കാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഓരോ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൽ ടോപ്പിക്സ് പഠിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ആ ടോപ്പിക്ക് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സ്റ്റെയിനിങ് ടെക്നിക്സ്. മൈക്രോബയോളജിയിലെ സ്റ്റെയിനിങ് ടെക്നിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റെയിനിങ് ടെക്നിക്സ്, നമ്മുടെ ബാക്ടീരിയയുടെ സ്ട്രക്ചർ, ഡീറ്റെയിൽസ് ഓഫ് ബാക്ടീരിയ കനോട്ട് ബി സീൻ അണ്ടർ ലൈറ്റ് മൈക്രോസ്കോപ്പ് ഡ്യൂ ടു ലാക്ക് ഓഫ് കോൺട്രാസ്റ്റ്. അതായത് നമ്മുടെ ബാക്ടീരിയയുടെ സ്ട്രക്ചറും അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ലൈറ്റ് മൈക്രോസ്കോപ്പിലൂടെ അതിൻ്റെ കോൺട്രാസ്റ്റ് ലാക്ക് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നന്നായിട്ട് കാണാൻ കഴിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, സ്റ്റെയിൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, അതിൻ്റെ കളർ എന്ത് ചെയ്യും, കോൺട്രാസ്റ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യും, കാണാൻ പറ്റും. അപ്പം നമുക്ക് എന്ത് ലൈറ്റ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കാണാൻ പറ്റാത്ത നമ്മൾ എന്ത് ചെയ്യും, നന്നായിട്ട് സ്റ്റെയിൻ ചെയ്യും. സ്റ്റെയിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ കോൺട്രാസ്റ്റ് കൂടി നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് നമുക്ക് വിസിബിൾ ആവും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും, സ്റ്റെയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, എന്ത് ചെയ്യണം, അത് ഫിക്സ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മളൊരു സ്റ്റെയിനിങ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യണം. അപ്പോൾ എന്താണ് ഫിക്സേഷൻ നമുക്ക് നോക്കാം. ഫിക്സേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഫിക്സേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്ട്രക്ചർ ഓഫ് സെൽ ആർ പ്രിസർവ്ഡ് ആൻഡ് ഫിക്സ്ഡ് ഇൻ എ പൊസിഷൻ. അതായത് അതിൻ്റെ ഇന്റേണൽ എക്സ്റ്റേണൽ സ്ട്രക്ചറൊക്കെ എന്തായും നന്നായിട്ട് പ്രിസർവ് ചെയ്ത് ഒരു കറക്റ്റായിട്ടൊരു പൊസിഷനിൽ ഫിക്സ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ ഫിക്സേഷൻ എന്ന് പറയുന്നത്. രണ്ട് മെത്തേഡുണ്ട്, ഹീറ്റ് ഫിക്സേഷനും ഉണ്ട്, കെമിക്കൽ ഫിക്സേഷനും ഉണ്ട്. ഹീറ്റ് ഫിക്സേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ജെന്റിലായിട്ട് ഫ്ലെയിം കൊടുക്കുന്നതിനാണ് ഹീറ്റ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. കെമിക്കൽ ഫിക്സേഷൻ എന്ന് പറയുമ്പോൾ എന്താ, എഥനോൾ യൂസ് ചെയ്തോ അല്ലെങ്കിൽ അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ മെർക്കുറി ക്ലോറൈഡ്, ഫോർമാൽഡിഹൈഡ്, മെഥനോള്, ഗ്ലൂട്രാൽഡിഹൈഡ്, ഇതിങ്ങനെയുള്ള കെമിക്കൽസ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ഫിക്സ് ചെയ്യുന്നതിനാണ് എന്ത്, കെമിക്കൽ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് സ്റ്റെയിനിങ് ടെക്നിക്സ് നമ്മൾ നോക്കി, നെക്സ്റ്റ് ഫിക്സേഷൻ നോക്കി. ഇനി കുറേ അധികം സ്റ്റെയിനിങ് ടെക്നിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഏതൊക്കെ കോമൺ ആയിട്ടുള്ള സ്റ്റെയിനിങ് ടെക്നിക്സ് ആണ്, സിമ്പിൾ സ്റ്റെയിൻ, നെഗറ്റീവ് സ്റ്റെയിൻ, ഇംപ്രഗ്നേഷൻ മെത്തേഡ്, ഡിഫറൻഷ്യൽ സ്റ്റെയിൻ. ഓക്കെ, അപ്പം നാലെണ്ണമാണ്, സിമ്പിൾ സ്റ്റെയിൻ, നെഗറ്റീവ് സ്റ്റെയിൻ, ഇംപ്രഗ്നേഷൻ മെത്തേഡ്, ഡിഫറൻഷ്യൽ സ്റ്റെയിൻ. നമുക്ക് ഓരോന്നിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് സിമ്പിൾ സ്റ്റെയിൻ ആണ്. അതിനകത്ത് സംഭവിക്കുന്നത് വെച്ചാൽ ബേസിക് ഡൈ ആയിട്ടുള്ള മെഥിലിൻ ബ്ലൂ അല്ലെങ്കിൽ എന്താ ബേസിക് ഫ്യൂഷനായിട്ട് എന്ത് ചെയ്യും, സ്റ്റെയിൻ ചെയ്യുന്നതാണ്. എല്ലാ ബാക്ടീരിയൽ സ്മിയറിനും എന്താ ഒരു സെയിം കളർ തന്നെ ആയിരിക്കും, എല്ലാത്തിനും ഒരേ ഒരു കളറാണ്. ബേസിക് ഡൈ ആയിട്ടുള്ള മെഥിലിൻ ബ്ലൂ അല്ലെങ്കിൽ ബേസിക് ഫ്യൂഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെഗറ്റീവ് സ്റ്റെയിൻ ആണ്. നെഗറ്റീവ് സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ എന്തോ ഒരു ബാക്ടീരിയൽ നമ്മൾ സസ്പെൻഷൻ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഡൈയുമായിട്ട് മിക്സ് ചെയ്യും, ഇന്ത്യനിങ്ക് അല്ലെങ്കിൽ നിഗ്രോസിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, മിക്സ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നോക്കും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്തായിട്ട് മാറും, ബ്ലാക്ക് ആയിട്ട് മാറും. നമ്മളിത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ക്യാപ്സ്യൂൾ ഡെമോൺസ്ട്രേഷൻ ആയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല ഡാർക്ക് ആയിരിക്കും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണുന്ന സാധനം മാത്രം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇംപ്രഗ്നേഷൻ മെത്തേഡ്. ഓക്കെ, ഭയങ്കര തിന്നായിട്ടുള്ള നമുക്ക് ഒട്ടും കാണാൻ പറ്റാത്ത സാധനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ തിക്നെസ് കൂട്ടും. എന്തുവഴി, നമ്മൾ ഇംപ്രഗ്നേറ്റ് ചെയ്യും, ഇത് സിൽവർ സാൾട്ട് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇംപ്രഗ്നേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് കാണാൻ പറ്റും. അതാണ് എന്ത്, ഇംപ്രഗ്നേഷൻ മെത്തേഡ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബാക്ടീരിയൽ ഫ്ലജല്ല, സ്പൈറോക്കേറ്റ് ഒക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്, ഇംപ്രഗ്നേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഭയങ്കര തിന്നായിട്ടുള്ളതിനെ ഇംപ്രഗ്നേറ്റ് ചെയ്യും അല്ലേ, സിൽവർ സാൾട്ട് ഉപയോഗിച്ച് ഇംപ്രഗ്നേറ്റ് ചെയ്ത് നല്ല നല്ല വിസിബിളാക്കി മാറ്റും. നെക്സ്റ്റ് ആണ് ഡിഫറൻഷ്യൽ സ്റ്റെയിൻ. അതായത് ഓരോ ബാക്ടീരിയയുടെ ഓരോ പാർട്സിനും പല സ്ട്രക്ചറിനും ഒക്കെ എന്താ പല കളറായിരിക്കും ഉണ്ടാവുക. അതാണ് ഡിഫറൻഷ്യൽ സ്റ്റെയിൻ. നമുക്ക് ഡിഫറൻഷ്യൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. അതിനകത്ത് വരുന്നതാണ് മൂന്നെണ്ണമാണ് ഡിഫറൻഷ്യൽ സ്റ്റെയിൻ വരുന്നത്, ഗ്രാം സ്റ്റെയിൻ, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ, ആൽബർട്ട് സ്റ്റെയിൻ. നമുക്ക് മൈക്രോബയോളജി പഠിക്കാനുള്ളത് മൂന്നെണ്ണമാണ്, ഗ്രാം സ്റ്റെയിൻ, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ, ആൽബർട്ട് സ്റ്റെയിൻ. ഇത് മൂന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമ്മൾ ഓരോ ദിവസവും ഓരോരോ പോർഷനായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ സ്റ്റെയിൻ ടെക്നിക്സ് 4 പഠിച്ചു, ഈ 4 വൃത്തിയായിട്ട് പഠിക്കുക. എന്നിട്ട് നമ്മൾ എന്താ ഓരോരോന്നും ഗ്രാം സ്റ്റെയിനെ പറ്റിയും ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനെ പറ്റിയും ആൽബർട്ട് സ്റ്റെയിനെ പറ്റി എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രാക്ടിക്കലും ഉണ്ട്, തിയറി നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയയാണ്. അപ്പോൾ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ.